ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ആസിഡുകളും ബേസുകളും. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട മാത്സ്, ബേസിക് സയൻസ്, സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങി മാത്സ് തുടങ്ങി എല്ലാ സബ്ജക്റ്റിൻ്റെയും 1ാമത്തെ പാഠവും 2ാമത്തെ പാഠവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ 3ാമത്തെ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് 7 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭ്യമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. നമ്മൾ ആസിഡുകളും ബേസുകളും ഒരു നിരീക്ഷണമൊക്കെ നമ്മൾ പരീക്ഷണക്കുറിപ്പൊക്കെ നമ്മൾ എഴുതിയതാണ്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. നമ്മൾ നേരത്തെ കണ്ടെത്തിയത് എന്താണ്? എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണ്, എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തിയത്. പൊതുവായ ഗുണസവിശേഷത നമ്മൾ കണ്ടെത്തി. പിന്നെ സാർവിക സൂചകം, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. അപ്പോൾ സാർവിക സൂചകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമയം ആസിഡാണോ ഒരേ സമയം ബേസാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശാസ്ത്രകൃതിയിലെ ഓരോ ദ്രാവകങ്ങളിലും ചിത്രത്തിൽ കാണുന്ന പോലെ കൈവിരലുകൾ മുക്കി കൂട്ടിയിഴച്ചു നോക്കുക. ഏതെല്ലാം ദ്രാവകങ്ങൾക്ക് വഴുവഴുപ്പ് അനുഭവപ്പെടും? അപ്പോൾ വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത് ഏതൊക്കെയാണ്? സോപ്പ് വെള്ളം നമുക്കറിയാം, അതേപോലെ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, തെളിഞ്ഞ ചാരവെള്ളം. ഇതിലൊക്കെ നമുക്ക് എന്തനുഭവപ്പെടുന്നുണ്ട്? വഴുവഴുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സവിശേഷത എന്താണ്? പേജ് നമ്പർ 32 ഒരു പട്ടിക പൂരിപ്പിക്കാനുണ്ട്. ആസിഡുകൾ പുളിരുചിയുള്ളതാണ്, അതേസമയം ബേസിന് എന്താണ്? കാരരുചിയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ആസിഡ് എന്ന് പറഞ്ഞാൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. അത് ആസിഡ് റെഡ്. അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് ആസിഡ്. അത് മാറിപ്പോവരുത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് ആസിഡ്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നതാണ് ബേസ്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിന് എന്തുണ്ട്? വഴുവഴുപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് അതെന്താണ്? ആസിഡാണല്ലേ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എന്താണ്? ആസിഡാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ചില പദാർത്ഥങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചു കണ്ടെത്തിയല്ലോ. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്നവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഓറഞ്ച് നീര്, കഞ്ഞിവെള്ളം, കട്ടൻ ചായ, ഇരുമ്പുംപുളി നീര്, മുന്തിരി നീര്, തക്കാളി നീര്, തേങ്ങാവെള്ളം, ഇവയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് അഥവാ ആസിഡ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഏതൊക്കെയാണ്? ഓറഞ്ച് നീര്, അതേപോലെ ഇരുമ്പം പുളി നീര്, മുന്തിരി നീര്, തക്കാളി നീര്, ഇവയൊക്കെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്ന ദ്രാവകങ്ങളാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഓറഞ്ച് നീര് നിങ്ങൾക്കറിയാമല്ലോ, നാരങ്ങ നീര്, അതിനൊക്കെ എന്താണ്? പുളിരുചിയാണ്. അതാണ് അവ എന്താണ്? ആസിഡുകളാണല്ലേ. പുളിരുചിയാണ്, അവയെ ആസിഡുകളാണ്. ഓക്കെ, ഇനി ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചില ഭക്ഷ്യവസ്തുക്കളിലൊക്കെ പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ട്. അപ്പോൾ ഈ പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലൊക്കെ എന്താണ്? ചില ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെല്ലിക്ക നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം നല്ല ചവർപ്പായിരിക്കും, പിന്നെ എന്താണ്? വെള്ളം കുടിച്ചാലൊക്കെ നല്ല മധുരമായിരിക്കും. അപ്പോൾ നെല്ലിക്കയിലും ഒരു സ്പെഷ്യൽ ആസിഡ് ചേർന്നിട്ടുണ്ട്. അതെന്താണ്? അസ്കോർബിക് ആസിഡാണ്. എന്താണ്? വൈറ്റമിൻ സി ആണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ സി എന്നത് എന്താണ്? അസ്കോർബിക് ആസിഡാണ്. ഈ ആസിഡിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് എന്ത് കൊടുക്കുന്നത്? പുളിരുചി കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളുണ്ട്. പുളിയുള്ള വസ്തുക്കൾ നോക്കൂ. മോര് തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. എന്താ ആസിഡാണ്? ലാക്റ്റിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, വാളംപുളി ടാറ്റാറിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്, നെല്ലിക്ക അസ്കോർബിക് ആസിഡ്, തക്കാളി ഓക്സാലിക് ആസിഡ്. ഇവയ്ക്കൊക്കെ ഒരു നേരിയ പുളിരുചിയാണ്. അപ്പോൾ ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. USS എഴുതുന്ന കൂട്ടുകാർക്കും ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് തൈരാകുന്നുണ്ടല്ലേ. അപ്പോൾ പാല് തൈരാകുന്നതിന് കാരണം എന്തായിരിക്കും?
പാല് എന്ന സംഭവം തൈരാകുമ്പോൾ അതിനൊരു പാലിൽ നിന്നാണല്ലോ തൈര് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് പുളിരുചി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു ആസിഡിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ ഒരു പുളിരുചി ഉണ്ട് അല്ലേ. നാരങ്ങ നീര്, അതേപോലെ തക്കാളി, അതിലൊക്കെ നേരിയൊരു പുളിരുചിയുണ്ട്. പുളിരുചിയുടെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും. അപ്പം നാരങ്ങയിലുണ്ടാവുന്ന അത്രയും പുളി എന്തിലില്ല? തക്കാളിയിലില്ല. ഓക്കെ, അപ്പോൾ ഈ പുളിരുചി കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിലൊരു ആസിഡ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ പുളിരുചി ആസിഡിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാല് തൈരാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് ഒഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പാല് തൈരാകുമ്പോൾ എന്താണ് നടക്കുന്നതെന്നുള്ള ഉത്തരം ഇതാണ്. പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് അഥവാ ഉറ ഒഴിക്കാറുണ്ട്. തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളി രുചി നൽകുന്നത്. അപ്പോൾ തൈരിന് പുളി രുചി നൽകുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ്. അപ്പം തൈര് കുറച്ച് പാലിലേക്ക് നമ്മൾ കുറച്ച് തൈര് ആദ്യം ഒഴിക്കും. ആ തൈര് അങ്ങനെ വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ പാല് തൈരാകുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയ ലാക്റ്റിക് ആസിഡായിട്ട് മാറുന്നു. ഇനി നമ്മളിപ്പോൾ വീട്ടിൽ കാണുന്ന ആസിഡുകൾ, ഇനി ലാബിൽ ഉപയോഗിക്കുന്ന ആസിഡുകളും ബേസുകളും ഉണ്ട്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ആസിഡ് വീര്യം കുറഞ്ഞതാണ്. എന്നാൽ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡോ വീര്യം കൂടിയതാണ്. അപ്പോൾ ആ ആസിഡുകളെയും ബേസുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതേപോലെ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഇതൊക്കെ ലാബിൽ ഉപയോഗിക്കുന്ന ആസിഡുകളാണ്, വീര്യം കൂടിയ ആസിഡുകളാണ്. അതേപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതിനെ എന്താണ് ചുണ്ണാമ്പ് എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. കാസ്റ്റിക് സോഡയ്ക്ക് പറയുന്നതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതേപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്യം, ഇവയൊക്കെ ലാബിൽ ഉപയോഗിക്കുന്ന ബേസുകളുമാണ്. അപ്പോൾ ഈ ആസിഡും അതേപോലെ ബേസുകളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ന്യൂസ് വായിക്കുകയാണ്. ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ആനക്കയം. ആസിഡ് തെറിച്ചു വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റ് റബ്ബർ ബാർ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിൻ്റെ ടിൻ തുറന്നപ്പോഴാണ് അപകടം. അപ്പോൾ ആസിഡ് വീണിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പല അപകടവും, നമുക്ക് പൊള്ളലേക്കും. ആസിഡ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് നല്ല പൊള്ളലേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു വസ്തുതയുണ്ട്. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ എന്താണ്? ഫോർമിക് ആസിഡാണ്. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഫോർമിക് ആസിഡാണ്. ഇനി നമുക്ക് എന്താണ്, രാസവസ്തുക്കൾ പലതും അപകടകാരികളാണ്. എങ്കിലും വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണ ആവശ്യങ്ങൾക്കും അവ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്. മണത്തു നോക്കാൻ പാടില്ല. രുചിച്ചു നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഇനി അബദ്ധത്തിലെങ്ങാനും ആസിഡ് വീണാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും അതേപോലെ തന്നെ താപം പുറത്തു വിടാനുമുള്ള കഴിവുണ്ട്. ആസിഡുകൾക്ക് വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തു വിടാനും കഴിവുണ്ട്. അപ്പോൾ അവ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. അപ്പോൾ പൊള്ളലേറ്റ അല്ലെങ്കിൽ ആസിഡ് വീണാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പൊള്ളലേറ്റ ഭാഗത്ത് കുറേ സമയം തണുത്ത വെള്ളം കുറേ നേരം ഒഴിക്കുകയാണ് അതിനുള്ള പ്രഥമ ശുശ്രൂഷ. ഇനി പൊള്ളൽ ഗുരുതരമാണെങ്കിൽ നമ്മൾ എവിടെ പോകണം? ആശുപത്രിയിൽ പോകണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സംഭവമുണ്ട്. ഉറുമ്പ് കടിക്കുകയാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വേദന അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഉറുമ്പിൻ്റെ ശരീരത്തിലും ഒരു ആസിഡുണ്ട്. ആ ആസിഡിൻ്റെ പേരാണ് ഫോർമിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് എന്താണ്? ഫോർമിക് ആസിഡ്. അപ്പോൾ ഉറുമ്പ് കടിക്കുമ്പോൾ എന്താണ്? നമ്മുടെ ശരീരത്തിലും ഈ ആസിഡ് പ്രവേശിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഒരു ചെറിയൊരു വേദന അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുണ്ടാകുന്ന വേദനയ്ക്ക് കാരണം.
അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങളിൽ പഠിച്ചു. അതായത് നമ്മുടെ സാധാരണ ഭക്ഷ്യവസ്തുക്കളിൽ ആസിഡും ബേസിൻ്റെയും തമ്മിലുള്ള പ്രധാന സവിശേഷതകൾ വ്യത്യാസം നമ്മൾ പഠിച്ചു. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ഏതൊക്കെയാണ് വസ്തുക്കൾ എന്ന് പഠിച്ചു. പിന്നെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ എന്താണെന്ന് പഠിച്ചു. പാല് തൈരാകുന്നത് എങ്ങനെ എന്ന് പഠിച്ചു. ലാബിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതെല്ലാം, ലാബിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഏതെല്ലാം എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ആസിഡ് തുടങ്ങിയ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് പഠിച്ചു. അതേപോലെ ഇനി അഥവാ ആസിഡ് വീണ് നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് പഠിച്ചു. ഇനി അടുത്ത് നോക്കാം. വീട്ടിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും ഉപയോഗിച്ചാണല്ലോ നിങ്ങൾ ഇവിടെ പരീക്ഷണങ്ങൾ ചെയ്ത് ഇനി ലബോറട്ടറിയിലുള്ള ചില ആസിഡുകളും ബേസുകളും നേർപ്പിച്ച് പരീക്ഷണം നടത്താം. എന്തൊക്കെ സൂചകങ്ങൾ എടുക്കും? അപ്പോൾ സൂചകം എന്തായിട്ട് നമ്മൾ എടുക്കാം? മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, നീല ലിറ്റ്മസ്, ചുവപ്പ് ലിറ്റ്മസ്. ഇനി സൂചകങ്ങൾ ചേർത്തപ്പോൾ ഉണ്ടാകുന്ന നിറമാറ്റം. ഇപ്പോൾ സൂചകം മീഥൈൽ ഓറഞ്ചിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തപ്പോൾ ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പ്. അതേപോലെ സൾഫ്യൂരിക് ആസിഡ് ഇളം പിങ്ക് ഇളം ചുവപ്പ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇളം മഞ്ഞ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇളം മഞ്ഞ. ഫിനോഫ്തലിന് നിറവ്യത്യാസമില്ല. സൾഫ്യൂരിക് ആസിഡ് ചേർത്തപ്പോഴും നിറവ്യത്യാസമില്ല. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡ് പിങ്ക്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പിങ്ക്. നീല ലിറ്റ്മസ് പേപ്പറിൽ ചുവപ്പ് നിറവ്യത്യാസമില്ല. ചുവന്ന ലിറ്റ്മസ് പേപ്പറിലോ നിറവ്യത്യാസമില്ല. നീല ഇതൊരു പട്ടിക നമ്മുടെ 35-ാം പേജിലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സിൽ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ശരീരത്തിനുള്ളിലും ആസിഡുണ്ട്. എന്താണ്? നമ്മുടെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ആമാശയത്തിലുള്ള ആസിഡ് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതെന്താണ് നമുക്ക് ചെയ്യുന്ന? ആഹാരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കല്ലോ. നമ്മൾ ഒരുപാട് ഭക്ഷണം ദിവസവും കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണമൊക്കെ എന്താകണം? ദഹിക്കണം. ആ ദഹന പ്രക്രിയയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. അപ്പോൾ അസിഡിറ്റി, ഗ്യാസ് എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഗ്യാസ് കയറി, ഗ്യാസിൻ്റെ നെഞ്ചരിച്ചിലാണ് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇതെന്താണ്? ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആണെങ്കിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ എന്നൊക്കെ പറയും. ഓക്കെ, നെഞ്ചരിച്ച്, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആൻറ്റാസിഡുകൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആസിഡ് ഉള്ളവർക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? ചില ആൻറ്റാസിഡ്, ജലൂസിൽ തുടങ്ങിയ അതടങ്ങിയിട്ടുള്ള ആൻറ്റാസിഡുകൾ അടങ്ങിയിട്ടുള്ള മരുന്ന് ഡോക്ടർമാർ കൊടുക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടുതൽ ആയാൽ നമുക്കുണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി അല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ എന്നിവയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളത് ആസിഡും ലോഹങ്ങളുമാണ്. ആസിഡും ലോഹങ്ങളും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഇതാണ് നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണക്കുറിപ്പ് എഴുതി നോക്കാം. ലക്ഷ്യം എന്താണ്? ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം തിരിച്ചറിയുക. സാമഗ്രികൾ ആവശ്യമായത് എന്തൊക്കെയാണ്? അസറ്റിക് ആസിഡ്, മഗ്നീഷ്യം, ടെസ്റ്റ് ട്യൂബ്. ഇനി പരീക്ഷണ രീതി എഴുതാം. ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ 1/4 ഭാഗം വിനാഗിരി എന്ന് പറഞ്ഞാൽ നേർപ്പിച്ച അസറ്റിക് ആസിഡ് എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം നിങ്ങളുടെ തള്ള വിരൽ കൊണ്ട് അല്പനേരം അടച്ചു പിടിക്കുക. ഗ്ലാസ് ട്യൂബ് അല്പം ചിരിച്ചു പിടിക്കുക. കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം തള്ളവിരൽ മാറ്റുക. ഇത്രയാണ് പരീക്ഷണ രീതി എഴുതേണ്ടത്. ഇനി നിരീക്ഷണം എന്താണ് എഴുതേണ്ടത്? നിറമില്ലാത്തതും മണമില്ലാത്തതുമായ ഒരു വാതകം ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വന്നു. തീ കാണിച്ചപ്പോൾ ഒരു ചെറു ശബ്ദത്തോടെ വാതകം കത്തി. നിഗമനം എഴുതേണ്ടത് അസറ്റിക് ആസിഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിക്കുകയും ഹൈഡ്രജൻ വാതകം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ക്രോഡീകരണം എന്താണ്? ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ പരീക്ഷണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം?
ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകം ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? കത്തുന്ന വാതകമാണ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. അപ്പോൾ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങളിൽ നമുക്ക് ഒന്നുകൂടി എഴുതാം. എന്താണ്? ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്നുകൂടി നമുക്ക് എഴുതാം. പിന്നെ ഹൈഡ്രജനെ പറ്റി പറയുമ്പോൾ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്. ഇനി ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പറഞ്ഞു, ലോഹവുമായി പ്രവർത്തിച്ച് ആസിഡും ലോഹവുമായി പ്രവർത്തിച്ച് എന്തുണ്ടാകുന്നു? ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ആസിഡിൻ്റെ സ്വഭാവങ്ങളിൽ പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം, ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഇനി ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കാൻ നിങ്ങൾ മനസ്സിലാക്കില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കാനാണ്. അച്ചാറുകൾ സൂക്ഷിക്കുമ്പോൾ ലോഹപാത്രത്തിൽ ഉപയോഗിക്കാറില്ല. പിന്നെ തൈര്, മോര് ഇവ ചേർത്ത ഭക്ഷണം ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണമാണ് നമ്മളിനി. അപ്പോൾ താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണങ്ങൾ വിശദീകരിക്കുക. അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? അച്ചാറിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? വിനാഗിരി നമ്മൾ ചേർക്കും. അപ്പോൾ എന്തുണ്ട്? അസറ്റിക് ആസിഡ് ഉണ്ട്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അച്ചാറുകൾ സാധാരണ ഗ്ലാസ് ജാറുകളിലാണ് സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അലൂമിനിയം പാത്രമോ സ്റ്റീൽ പാത്രമോ ഒന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ മൺപാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? തൈരിലും മോരിലും ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ലോഹപാത്രങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇനി നമുക്ക് ആസിഡുകളുടെ ഉപയോഗം നോക്കാം. പല കാര്യങ്ങളിലും നമ്മൾ ആസിഡുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, വ്യാവസായികമായിട്ട് വേറെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടാവശ്യത്തിന് എന്തൊക്കെയാണ് നമ്മൾ? വിനാഗിരി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അച്ചാറുകൾ. പിന്നെ എന്തൊക്കെയുണ്ട്? പാചക ആവശ്യങ്ങൾക്ക് അല്ലേ? പിന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ കേടാകാതിരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഭക്ഷ്യ സംസ്കരണം. കാർപ്പറ്റ്, അപ്ഹോൾസ്റ്ററി മുതലായവയിൽ നിന്ന് കറകൾ നീക്കം ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട്. പശകളെ ലയിപ്പിച്ച് സ്റ്റിക്കറുകളും ലേബലുകളും നീക്കം ചെയ്യാനും വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഫോർമിക് ആസിഡിൻ്റെ ഉപയോഗം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. എന്താണ് ഫോർമിക് ആസിഡിൻ്റെ ഉപയോഗം? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? റബ്ബർ കട്ടിയാവാൻ വേണ്ടിയിട്ട് ഫോർമിക് ആസിഡ് നമ്മൾ ചേർക്കുക എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ആസിഡും അതിൻ്റെ ഉപയോഗങ്ങളും പൂരിപ്പിക്കാനുണ്ട്. പേജ് നമ്പർ 38. അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, സിട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ടാനിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ഇത് ഇവിടെ അസറ്റിക് ആസിഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? വിനാഗിരിയാണ് അല്ലേ? വിനാഗിരി നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അച്ചാർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫോർമിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, റബ്ബർ കട്ടിയാവാൻ നമ്മൾ ഫോർമിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. അസറ്റിക് ആസിഡ് അച്ചാറുകൾ, പാചകാവശ്യങ്ങൾ, ഭക്ഷ്യ സംസ്കരണം. ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാകുന്നതിന്. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ. ഓക്കെ, സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ഓറഞ്ച് അല്ലേ? നാരങ്ങ നീരാണ്. അപ്പോൾ സിട്രിക് ആസിഡ് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കാൻ പാനീയങ്ങൾ ഉണ്ടാക്കാം. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും. നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാം. കാർബോണിക് ആസിഡ് സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെ? കാർബോണിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റി വിട്ടിട്ടാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശീതള പാനീയങ്ങളിലും സോഡയിലും എന്താണുള്ളത്? കാർബോണിക് ആസിഡാണ് ഉള്ളത്. ഇനി ബേസുകളുടെ ഉപയോഗം. നമ്മൾ ആസിഡുകളുടെ ഉപയോഗം ഒരുപാട് പറഞ്ഞു. ബേസുകളുടെ ഉപയോഗം നോക്കാം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ. ഇനി അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ നിർമ്മിക്കാം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ് ഉണ്ടാക്കാൻ, സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ. ഓക്കെ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മരുന്നുകൾ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് 2 ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ പട്ടികയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്തി എഴുതാം. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് എന്താണ്? സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ ഉണ്ടാക്കാനാണ്, അതായത് സോഫ്റ്റ് സോപ്പുകൾ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിങ്ങിന് ഉപയോഗിക്കുന്ന സോപ്പ്. അത് കുറച്ചും കൂടി എന്താണ്? വീര്യം കൂടിയതായിരിക്കും. നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് വെച്ച് നമ്മൾ ഒരിക്കലും കുളിക്കാറില്ല. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് വ്യത്യാസമാണ്. അതിലടങ്ങിയിരിക്കുന്ന ഒന്നാമത്തേത് സോഡിയം ഹൈഡ്രോക്സൈഡാണ് നമ്മൾ വാഷിംഗ് സോപ്പുകളിൽ
കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകളിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഇവിടെ ഉണ്ടല്ലോ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇനി അടുത്ത സോപ്പ് നിർമ്മാണമാണ്. അതിൻ്റെ രീതികളൊക്കെ നമ്മുടെ പേജ് നമ്പർ 39 അപ്പോൾ സോപ്പ് നിർമ്മാണം നമുക്ക് ഒരു ദിവസം കൊണ്ട് നിർമ്മിക്കാൻ പറ്റില്ല. അത് തലേന്ന് കലക്കിയൊക്കെ വെക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും. ലായനി തണുത്ത ശേഷം അതൊരു പരന്ന പാത്രത്തിൽ എടുത്ത് വെച്ച് വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തെടുക്കുക. തുടർന്ന് സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കാം. സോപ്പിന് ഭംഗി കൂട്ടാൻ കളറും സുഗന്ധത്തിനായി പെർഫ്യൂമും ഉപയോഗിക്കാം. മിശ്രിതം കുറുകുന്നവരെ തുടരെ ഇളക്കണം. കുറുകിയ മിശ്രിതം മോൾഡിംഗ് ഒഴിച്ചു വയ്ക്കുക. ഉറച്ച ശേഷം മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? മഞ്ഞൾ എന്താണ്? ഒരു പ്രകൃതിദത്ത സൂചകമാണ്. അപ്പോൾ ആസിഡുകളെ തിരിച്ചറിയാൻ നമ്മൾ ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസാണ് ആസിഡിന്, അതായത് ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിച്ച പ്രകൃതിദത്തമായി ഉപയോഗിച്ച് ചെമ്പരത്തി ഉരച്ച കടലാസാണ്. അതൊരു പ്രകൃതിദത്ത സൂചകമാണ്. അതുപോലെ തന്നെ ബേസുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങളുണ്ട്. എന്താണ്? മഞ്ഞൾ ഉരച്ച കടലാസും അതേപോലെ മഞ്ഞൾ കലക്കിയ വെള്ളവും. ഓക്കെ, അതേപോലെ തന്നെ ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയാൻ മറ്റു സസ്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അതിലൊന്നാണ് ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന കാബേജ്, ബീറ്റ്റൂട്ട് എന്നിവ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക പൂരിപ്പിക്കാനുണ്ട്. സസ്യഭാഗം, സ്വാഭാവിക നിറം, ആസിഡിലെ നിറം, ബേസിലെ നിറം. അപ്പോൾ നമുക്കത് നോക്കാം. നീല ശംഖുപുഷ്പം സ്വാഭാവിക നിറം എന്താണ്? നീലാണ്. ആസിഡിലെ നിറം പിങ്കാണ്, ഇളം പച്ചയാണ്. ബേസിലെ നിറം. ഇനി അടുത്ത ചുവന്ന കാബേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാഭാവിക നിറം പർപ്പിൾ ചുവപ്പാണ്. ആസിഡിൽ ചുവപ്പ് കലർന്ന പിങ്ക്, നീല കലർന്ന പച്ച ബേസിൽ. അതിൽ ബീറ്റ്റൂട്ടിൻ്റെ സ്വാഭാവിക കളർ ഇരുണ്ട പിങ്കാണ്. അത് ആസിഡിൽ ചേർക്കുമ്പോൾ വയലറ്റ്, ബേസിലാവുമ്പോൾ പച്ച കലർന്ന മഞ്ഞ ചുവപ്പാണ് ബേസിൽ കാണുന്നത്. മുന്തിരിനീർ പർപ്പിളാണ് സ്വാഭാവിക നിറം. അത് ആസിഡിലേക്ക് കലർത്തിയ ചുവപ്പാകുന്നു. ബേസിലേക്ക് പച്ച കലർന്ന മഞ്ഞ. പതിമുഖം നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ പരീക്ഷണം ചെയ്തത് സ്വാഭാവിക നിറം എന്ന് പറഞ്ഞാൽ പിങ്കാണ്, പക്ഷേ ആസിഡിൽ അത് മഞ്ഞയാണ്, ബേസിൽ അത് പിങ്കാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനമാണല്ലേ. പ്രവർത്തനം ആയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആസിഡിൻ്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് മഞ്ഞൾ, പതിമുഖം, ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്തലീൻ. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? പതിമുഖമാണ്. ഇനി ഓട്ടോമൊബൈൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്താണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഇനി അടുത്തത് മേശപ്പുറത്ത് 3 ബീക്കറിൽ ഇരിക്കുന്ന ദ്രാവകങ്ങൾ. ആദ്യത്തേത് ജലവും, രണ്ടാമത്തെ ആസിഡ്, മൂന്നാമത്തെ ബേസുമാണ്. ഇവ ഏതെന്ന് തൊട്ട് നോക്കിയാൽ, രുചിച്ചോ നോക്കിയോ മണത്ത് നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണ്. എന്തുകൊണ്ടാണ്? ഇവയെ ഓരോന്നും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിക്കും. അപ്പോൾ നമ്മൾ ആസിഡുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ആസിഡിനും ബേസിനും ജലം ആഗിരണം ചെയ്യാനും താപം പുറത്തു വിടാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മളെ ശരീരത്തിൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം? രുചിച്ച് നോക്കുകയോ മണത്ത് നോക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊന്നും തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ, ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുക. ആസിഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതൊക്കെ കണ്ടെത്താം. ഇനി അടുത്തത് ലബോറട്ടറി ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉണ്ടാകാറില്ല. ഇതിൻ്റെ കാരണം വിശദീകരിക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആസിഡ് ലോഹമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഹൈഡ്രജൻ എന്നത് കത്തുന്ന വാതകമാണ്. അതുകൊണ്ട് ലോഹ അടപ്പുകൾ ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്തത് താഴെ കൊടുത്തിരുന്ന പ്രസ്ഥാനങ്ങളിൽ പരിശോധിച്ച് ആസിഡുകൾ യോജിക്കുന്നതും ബേസുകൾക്ക് യോജിയും തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പോൾ എന്താണ്? പുളിരുചി ഉണ്ട്, അത് എന്തിൻ്റെതാണ്? ആസിഡിൻ്റെ സ്വഭാവമാണ്. വഴുവഴുപ്പുണ്ട്, അതെന്തിൻ്റെയാണ്? ബേസിൻ്റെ സ്വഭാവമാണ്. ഫിനോഫ്തലീൻ ചേർത്താൽ പിങ്ക് നിറമാകും. അതേപോലെ തന്നെ മീഥൈൽ ഓറഞ്ച് ചേർത്ത ഇളം പിങ്ക് നിറം ലഭിക്കും, ബേസാണ്. പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കും, അത് ബേസാണ്. ഹൈഡ്രജൻ ഉണ്ടാകും, അത് ആസിഡാണ്. കാരരുചിയുണ്ട്, ബേസാണ്. ആസിഡ്, ബേസ് എന്നിവയെ തിരിച്ചറിയാനുള്ള വിവിധ സൂചകങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂചകവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക തയ്യാറാക്കുക. അപ്പോൾ ആസിഡിൻ്റെ സൂചകമായി പ്രകൃതിദത്തമായി ഉപയോഗിക്കുന്ന ചുവന്ന ചെമ്പരത്തിപ്പൂ, ഉരച്ച കടലാസ്, പതിമുഖം, ബീട്രൂട്ട്. അതേപോലെ ലാബിൽ ഉപയോഗിക്കുന്ന എന്താണ്? മീഥൈൽ ഓറഞ്ചും നീല ലിറ്റ്മസുമാണ്. പ്രകൃതിദത്തം എന്താണ്? മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്, ചുവന്ന കാബേജ്, ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ലാബിൽ ഉപയോഗിക്കുന്ന മീഥൈൽ ഓറഞ്ച്, ചുവന്ന പേപ്പറാണ്.
തുടർ പ്രവർത്തനങ്ങളുണ്ട്. വിവിധ പ്രകൃതിദത്ത സൂചകങ്ങൾ ലാബുകളിലെ സൂചകങ്ങൾ ഉപയോഗിച്ച് ബേസിക് ജ്വലന നിറമാറ്റം നിങ്ങൾ കണ്ടെത്തിയത് ഉപയോഗിച്ച് ശാസ്ത്ര മാജിക് രൂപകൽപ്പന ചെയ്ത് ക്ലാസ്സിലും ശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കുക. അവതരണ ശേഷം ബേസിക്കിന് പിന്നിലുള്ള ശാസ്ത്രതത്വം വിശദീകരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ജിനുവിൻ്റെ ഡയറിയുമായി ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം നടത്തിയല്ലോ, അതേപോലെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ആസിഡ് ലോഹമായി പ്രവൃത്തി ഹൈഡ്രജൻ ഉണ്ടാകുന്നു മനസ്സിലാക്കില്ല. ഈ തത്വം ഉപയോഗിച്ച് ടീച്ചർ ഹൈഡ്രജൻ ബലൂണ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചില്ലു കുപ്പിയെ കാൽഭാഗം വിനാഗിരിയോ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡോ എടുക്കുക. പ്ലാസ്റ്റിക് കുപ്പി പച്ചില്ല. രാസപ്രവർത്തനമുള്ള ചൂട് കാരണം കുപ്പി ഉരുകി പോകും. അതിലേക്ക് 8-10 കഷ്ണം മഗ്നീഷ്യം റിബൺ ഇടുക. കുപ്പിയുടെ വായ്ഭാഗത്ത് പലതവണ ഊതി വീർപ്പിച്ച് നന്നായി അയവ് വരുത്തിയ ഭാരം കുറഞ്ഞ ഒരു ബലൂൺ കെട്ടിവെക്കുക. ബലൂണിൽ ഹൈഡ്രജൻ നിറയും. ബലൂൺ പരമാവധി വീർത്ത ശേഷം ഒരു നൂൽ ഉപയോഗിച്ച് അതിലെ കാറ്റ് നഷ്ടപ്പെടാത്ത വിധത്തിൽ കെട്ടുക. കുപ്പിയിൽ നിന്ന് വേർപെടുത്തിയ ശേഷം ബലൂണിൻ്റെ ഭാരം കുറയ്ക്കാനായി കെട്ടിന് താഴെയുള്ള ഭാഗം മുറിച്ച് മാറ്റുക. പിടിവിട്ടാൽ ഈ ബലൂൺ വായുവിൽ ഉയർന്നു പോകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ബലൂൺ നിർമ്മിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.